വരുമ്പോഴേ പാട്ടും പാടി ഡാൻസും കളിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു അവള്. എന്നെ കണ്ടതും പാട്ടും നിന്നു ഡാൻസും നിന്നു. പിന്നെ അങ്ങ് അഭിനയമായിരുന്നു. ആകെ ക്ഷീണം. എന്നിട്ട് വന്ന് കിതയ്ക്കുന്നൊരു പരാതി പറച്ചിലും. ആന്റി പറഞ്ഞതുപോലെ അവള് പ്രഗ്നന്റ് അല്ലേ എന്നൊരു ഡൗട്ടുണ്ട്. മോക്ക് ഡൗട്ടല്ലേ ഉള്ളൂ, എനിക്കത് ഉറപ്പാ. അവള് പ്രഗ്നന്റ് ഒന്നും അല്ല. അതിനൊരുപാട് തെളിവുകളുണ്ടല്ലോ. ഡോക്ടർ കൊടുത്ത ഗുളികകൾ കഴിക്കാതിരിക്കുക, ആരെയും കൂട്ടാതെ ആശുപത്രി പോവുക, എന്നിട്ട് പെട്ടെന്ന് വന്ന ഇരട്ടക്കുട്ടികളാണെന്ന് പറയാ. ഇത് മുഴുവൻ കള്ളമല്ലേ നിധി? ഇതെല്ലാം അവളുടെ കള്ളത്തരമാണെങ്കിൽ അതൊന്ന് പൊളിക്കണമല്ലോ. എങ്ങനെ പൊളിക്കാനാ? എല്ലാ പഴുതുകളും അടച്ചു പോകുന്നവളാ ശിവാനി. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ വലിയ വന്ന് വീഴില്ല. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത എന്തെങ്കിലുമൊക്കെ റെക്കോർഡുകൾ അവളുടെ മുറിയിൽ ഇല്ലാതിരിക്കില്ല. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കും. പോയി തപ്പിപ്പിടിച്ചെടുക്കാം. അതെങ്ങനെ നടക്കാനാ? ശിവാനിയുടെ മുറി കയറി ഒരു പരിശോധന നടത്തുക പറഞ്ഞ വലിയ റിസ്കാ. അവളെങ്ങനെ കണ്ടോണ്ട് വന്ന അത് മതി അടുത്ത ഭൂകമ്പത്തിന്. ഹോ ആന്റി, അവളുടെ മുറിയിൽ കയറാൻ പറ്റിയ അവസരമാണിത്. പ്രണവും ശിവാനിയും താഴെ ഇരിക്കുവോ. അവൻ അവൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. ആ തക്കത്തിന് ഞാൻ മുറിയിലൊന്ന് കയറിയാലോ? വേണ്ട നിധി, ഏത് സമയവും ശിവാനി മുറിയിലേക്ക് വരും, പ്രശ്നമാവും. ഒരു പ്രശ്നവും ആവില്ല. ശിവാനി തിരികെ വരാതെ ഹാളിൽ തന്നെ പിടിച്ചിരുത്തേണ്ട ജോലി ആന്റിക്കാ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനോ? ഞാനെങ്ങനെ പിടിച്ചിരുത്താനാ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആ, ഈ ആവശ്യം എന്റെ പാറോമയോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു 100 ഐഡിയ ഇങ്ങോട്ട് പറഞ്ഞു തന്നേനെ. കഷ്ടം. അതെ, പെണ്ണുങ്ങളായാൽ അത്യാവശ്യം ബുദ്ധിയും സാമർഥ്യമൊക്കെ വേണം. പാറുവിന് എന്നെക്കാളും പണ്ടേ ബുദ്ധിയുണ്ട്. ഞാനാ വണ്ടി. അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ തീഗതികേടുണ്ടായത്. അതെ മാഡം, ഇത് സെന്റിമെന്റ്സിനുള്ള സമയമല്ല. ഞാൻ ശിവാനിയുടെ റൂമിലേക്ക് പോവാ. അവള് മുകളിലേക്ക് വരാതെ നോക്കേണ്ടത് ആന്റിയുടെ ഡ്യൂട്ടിയാ. എങ്ങനെയാ മോളെ? അതൊന്നും എനിക്കറിയില്ല. ശിവാനി മുകളിലേക്ക് വരരുത്, അത്രയുള്ളൂ. ഓക്കെ? ഇപ്പൊ എങ്ങനെയാ? ആ നിർമ്മല ആന്റി, ആ അടുപ്പിലിരിക്കുന്നൊന്ന് നോക്കിക്കോണേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ടേ വരുള്ളൂ. കുറച്ച് ലേറ്റ് ആവും. ഒരു കാര്യം ചെയ്യ്, ആപ്പിൾ കഴിക്കും. കയ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നോക്കും. എനിക്ക് മതി, വയറ് വീർത്തു. ഞാൻ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇത് കുറച്ചുകൂടെ, നീ അത് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട, ഞാൻ പോയി റെസ്റ്റ് എടുത്തിട്ട്. ശിവാനി പറയുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ഈ ഫ്രൂട്ട്സ് മുഴുവനും കഴിക്ക്. ഇതൊക്കെ പറയാൻ നീ ആരാ? എന്നെ ഉപദേശിക്കാനും വേണ്ടി ആയോ? അയ്യോ, ഞാൻ ഉപദേശിച്ചൊന്നുമല്ല. വയറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങളാ. നല്ല പോഷകാഹാരം വേണം, എന്നാലേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ പിറക്കൂ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അല്ലെങ്കിൽ പ്രണവുണ്ട്. നീ നിന്റെ പാട് നോക്കി പോയെ. ശിവാനി പറയുന്നത് ആരോ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത്രയും കട്ട് ചെയ്ത് വെച്ചല്ലേ. വന്ന് അതും കൂടെ കഴിക്കും. നിർമ്മലാൻറ്റി പറഞ്ഞോണ്ടല്ല, ഇതും കൂടെ കഴിച്ചിട്ട് പോ ശിവാനി. എനിക്ക് വേണ്ടിട്ടല്ലേ. പ്രണവ് പറഞ്ഞോണ്ട് ഞാൻ കഴിക്കാം. ആ വാ. ആ കഴിച്ചേ. ആ പതുക്കെ കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇത് പ്രണവിന്റെ എന്തോ ഫയലാണല്ലോ. ഇതെന്തിനാ ഇങ്ങനെ ഒളിച്ചു വെച്ചേക്കുന്നത്?
മതി 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 ഇനി എനിക്ക് കഴിക്കാൻ പറ്റൂല. ഞാൻ പോണു. ചുമ്മാ ഇരി, ഇതും കൂടെ കഴിച്ചിട്ട് പോ. ഇനി പറ്റൂല. ഇതുകൂടെ കഴിച്ചിട്ട് പോ. അയ്യോ അയ്യോ, ഇതെന്താ കാലിലിങ്ങനെ നഖം വെളുത്തി വെച്ചിരിക്കുന്നത്? കാലാവുമ്പോ മൊത്തം 10 വിരൽ കാണും. വിരലാവുമ്പോ അതിൽ നഖവും ഉണ്ടാവും. അതിനിപ്പോ നിനക്കെന്താണ് ഛേദം? അല്ല, ഗർഭിണിയായ പെൺപിള്ളേര് ഇങ്ങനെ നഖം വളർത്താൻ പാടില്ലെന്നാ പറയുന്നേ. അല്ലാണ്ടി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചുനാള് ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലില് സഹായിയായി നിന്നിട്ടുണ്ടെന്ന്. ഗർഭിണികൾ നഖം വളർത്താൻ പാടില്ലെന്നാ ആയുർവേദത്തിൽ പറയുന്നേ. എന്നൊരു കാര്യം ചെയ്യാം, നഖം വളർത്തണ്ട, വെട്ടിക്കളയാം. ഒന്ന് ഇരുന്നാ മതി, ഞാൻ വെട്ടിത്തരാം. ചേടാ, ഇതിപ്പോ എന്തൊരു ശല്യാണ്. ഒന്ന് പോവോ? എന്റെ നഖവും മുടിയൊന്നും വെട്ടണ്ട. ശിവാനി, എന്തു ഇത്? നിർമ്മലാണ്ടി വെട്ടിത്തരാന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് ഇരുന്ന് തന്നാ മതി. എന്ന് ഞാൻ പോയി നെയിൽ കട്ടർ എടുത്തോണ്ട് വരാം. ശിവാനി, നെയിൽ കട്ട് എടുക്കാൻ വേണ്ടി ഇപ്പൊ സ്റ്റെപ്പ് കയറണ്ട. അതൊക്കെ എന്റെയിലുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്റെ ശിവന് നീ അങ്ങോട്ട് ഇരുന്നേ. എന്നിട്ട് കാലെടുത്ത ടീപ്പോടെ വെള്ളം എടുക്ക്. എനിക്ക് വയ്യ. ഇരിക്കോട്ട് വെച്ചേ. നിനക്ക് വേണ്ടി എടുത്തു വെച്ച ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ ഞാനാ കഴിക്കുന്നത്. കഴിച്ചോ. സാരമില്ല, 2 കൊച്ചുകൾ ഒരുമിച്ച് എടുത്തോണ്ട് നടക്കണ്ടേ. അച്ഛനും കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. അതെ, അത് നല്ലതാ. ആ മതി, എനിക്ക് മതി. കാലെടുത്ത് മുകളിലേക്ക് വെച്ചതാ, ഞാൻ വെട്ടിത്തരാം. അത് മതി. എവിടെ നോക്കിയാ വെട്ടണേ? വെട്ടുന്നെങ്കിൽ മര്യാദക്ക് വെട്ട്. എന്റെ കാലങ്ങാനും വേദനിച്ചെന്റെ സ്വഭാവം പറഞ്ഞേക്കാം. ഞാൻ ശ്രദ്ധിച്ച് ചെയ്തോളാം. ഓ, ഇത് ശിവാനിയുടെ ഫയല് തന്നെയാ. നോക്കിയിരിക്കുന്നത് ഇന്ദുലേഖ ഡോക്ടറും തന്നെയാ. റിപ്പോർട്ടിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ദുലേഖ ഡോക്ടർ തന്നെയാ. പക്ഷേ റിപ്പോർട്ട് പോസിറ്റീവ് ആണല്ലോ. ശിവാനി പ്രഗ്നന്റ് ആണെന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ശിവാനി ഗർഭിണിയാണോ? ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. സത്യം എന്തായിരിക്കും? പ്രണവേ, എന്റെ ഫോൺ ബില്ലടിക്കുന്നെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാനേ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഇനി കുറച്ചുകൂടിയല്ലേ ഉള്ളൂ.